യേശുവേ സ്തോത്രം 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 സ്തോത്രം. ദൈവത്തിന് മുഖത്തും ദൈവത്തിന് മുഖത്തും നന്ദിയുടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. രക്ഷകനെ ഞങ്ങളെ വാഴ്ത്തുന്നു, നന്ദിയോടെ വാഴ്ത്തുന്നു, നന്ദിയോടെ വാഴ്ത്തുന്നു, നന്ദിയോടെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിന് മുഖത്തും ദൈവത്തിന് മുഖത്തും ദൈവത്തിന് മുഖത്തും. നന്ദി പിതാവേ, നന്ദി പിതാവേ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നേനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നു വന്ന് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവമക്കളുടെ മധ്യത്തിലായിരിക്കാം സർവ്വകൃപാലുവായിരിക്കുന്ന ദൈവം അടിയുടെ ജീവിതത്തിലും ഒരുക്കി തന്ന മകൾ ഭാഗ്യത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹബന്ധനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിനങ്ങളിൽ നാം ആയിരുന്നിടത്തൊക്കെയും നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്ക്, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക്, ദൈവത്തിന്റെ കരുതലിനായിട്ട് നന്ദിയോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. അതിശയമായിട്ട് അത്ഭുതമായിട്ട് ദൈവം ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മെ പരിപാലിക്കുന്ന എല്ലാ ദൈവത്തിന്റെ പരിപാലനത്തിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. അളവുകൂടാതെ നമ്മെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ സ്നേഹത്തിനായി കരുതലിനായിട്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ പൽക്കാലവും സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുവാനായിട്ട് ഇടയത്തിര നമ്മുടെ ദൈവം അത്ഭുത മന്ത്രി വീണ ദൈവം നിത്യപിതാവ് സമാധാനത്തിന്റെ പ്രഭു അത്രേ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിന്റെ മേഖലയ്ക്കകത്ത് കർത്താവിന്റെ വലിയ അത്ഭുതങ്ങൾ, അതിശയ പ്രവൃത്തികൾ ഈ പകൽക്കാലം വെളിപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അത് പ്രാപിച്ച് മുന്നോട്ട് പോവാൻ ദൈവം കൃപ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവവചന ചിന്തയിലേക്ക് കടക്കാം. സ്തോത്രം. ഹല്ലേലൂയ. അസാധാരണമായ ദയ നമുക്കായി വെളിപ്പെടുന്ന പകൽക്കാലം അത്രേ. സ്തോത്ര. പ്രിയ ദൈവമക്കളെ, ദൈവം നമ്മോട് കൂടെയുണ്ടെങ്കിൽ സ്തോത്രം. ഹല്ലേലൂയ. മറ്റുള്ളവരിൽ നിന്ന് അസാധാരണമായ ദയ വെളിപ്പെടും. ഹല്ലേലൂയ. ഈ പകൽക്കാലം ഹല്ലേലൂയ വിശ്വസിക്കാൻ നിങ്ങൾ കടന്നു പോകുന്ന ഇടത്ത് ഹല്ലേലൂയ മറ്റുള്ളവരിൽ നിന്ന് ചില ദയ നിങ്ങൾക്കായിട്ട് വെളിപ്പെടുത്തക്ക രീതിയെ ദൈവം അവരുടെ ഉള്ളത്തിന്മേൽ, അവരുടെ ക്യാരക്ടറിന്, അവരുടെ സ്വഭാവത്തെ ദൈവം ചേഞ്ച് ചെയ്യുവാനായിട്ട് ഇടയത്തിരും. ഇതുവരെയും ആരോടും ദയ കാണിക്കാത്ത, ഇതുവരോടും ആരോടും ഹല്ലേലൂയ ക്ഷമിക്കാത്ത, അല്ലെങ്കിൽ ആർക്കും വേണ്ടി ഒന്നും ചെയ്തു കൊടുക്കാത്ത ചിലരിൽ നിന്ന് സ്തോത്ര ഈ പകൽക്കാലം വിശ്വസിക്കാൻ നിങ്ങൾക്ക് വേണ്ടി ദൈവം അസാധാരണമായ ദയ അവരിൽ നിന്ന് വെളിപ്പെട്ട് വരത്തക്ക രീതിയെ ദൈവത്തിന്റെ കൃപ അവരുടെ മേൽ വെളിപ്പെടുത്തുവാനായിട്ട് ഇടയത്തിരും. വിശ്വസിക്കാൻ നിങ്ങൾ കടന്നു പോകുന്ന ഏത് മേഖലയ്ക്കകത്ത് ആയിക്കൊള്ളട്ടെ, നിങ്ങളെ ആരും സഹായിക്കും ഇല്ല, എങ്ങനെ ഈ കാര്യം മുന്നോട്ട് പോകുമെന്ന് ചിന്തിക്കുന്നിടത്ത് പ്രിയ ദൈവവൈദ്യരെ നിന്നോട് പരിശുദ്ധാത്മാവിന് ആരംഭത്തിലെ പറയാനായിട്ടുള്ള ഒന്നേ ഉള്ളൂ. നിനക്ക് വേണ്ടി അസാധാരണമായ ദയ ഈ പകൽക്കാലം വെളിപ്പെടും. ഇതുവരെയും വെളിപ്പെടാത്ത രീതിയിലുള്ള ഒരു ദയ ദൈവം നിനക്ക് വേണ്ടി ഈ പകൽക്കാലം വെളിപ്പെടുത്തും. തിരുവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 39 അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 39 അധ്യായം അതിന്റെ 21 വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നു. എന്നാൽ യഹോവ ജോസഫിനോട് കൂടെ ഇരുന്നു, കാര്യഗ്രഹം പ്രമാണിക്ക് അവനോട് ദയ തോന്നത്തക്കവണ്ണം അവന് കൃപ നൽകി. ആമേൻ. സ്തോത്രം. ഇവിടെ വചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. ഈ 39 അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ ആ 39 അധ്യായത്തിൽ 4 പ്രാവശ്യം യഹോവ ദൈവം ജോസഫിന്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് അവിടെ തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. 2-ാം വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നു, യഹോവ ജോസഫിനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ കൃതാർത്ഥനായി മിസ്രൈമിനായിരുന്ന യജമാന്റെ വീട്ടിൽ പാർത്തു എന്ന് കാണുന്നു. 3-ാം വാക്യത്തിൽ കാണുന്നു, യഹോവ അവനോട് കൂടെ ഉണ്ടെന്ന് അവൻ ചെയ്യുന്നതൊക്കെയും യഹോവ സാധിപ്പിക്കുന്നു എന്ന് യജമാനൻ കേൾക്കുവാനായിട്ടിടയായി തീർന്നു. 3-ാമത് കാണുന്നു, ഞാൻ വായിച്ച ഭാഗത്ത് കാണുവാൻ സാധിക്കുന്നുണ്ട്. 21-ാം വാക്യത്തിൽ കാണുന്നു, യഹോവ ജോസഫിന്റെ കൂടെ ഇരുന്നു, കാര്യഗ്രഹ പ്രമാണിക്ക് അവനോട് ദയ തോന്നത്തക്കവണ്ണം അവന് കൃപ നൽകി എന്ന് കാണുന്നു. 4-ാം വാക്യത്തിൽ 23-ാം വാക്യത്തിൽ കാണുന്നു, യഹോവ അവനോട് കൂടെ ഇരുന്ന് അവൻ ചെയ്തതൊക്കെ സഫലമാക്കൊണ്ട് അവന്റെ കൈക്കീഴിലുള്ള യാതൊന്നും കാര്യഗ്രഹ പ്രമാണി നോക്കിയില്ല. അപ്പൊ ഇവിടെ 4 ഭാഗത്ത് യഹോവ ജോസഫിന്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവ പൈതലെ, ഈ പകൽക്കാലം പറയട്ടെ, ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ സ്തോത്ര. ഹല്ലേലൂയ. ദൈവത്തിന്റെ
കൃപ ചിലരുടെ മേൽ ഈ പകൽക്കാലം വെളിപ്പെടും. എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അസാധാരണമായ ദയ നമ്മോട് തോന്നത്തക്കവണ്ണം. ഹല്ലേലൂയ, സ്തോത്ര. ഒരു ദയയ്ക്ക് വേണ്ടി സ്തോത്രം. ഈ പകൽക്കാലം നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? ഒരു ദൈവപ്രവൃത്തി എന്റെ ജീവിതത്തിൽ വെളിപ്പെടണമേ കർത്താവേ, എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ നിൽക്കുവാൻ കഴിയത്തില്ല, അവരോട് എന്താണ് സംസാരിക്കേണ്ടതെന്ന് അറിയത്തില്ല എന്ന ആകുലതയോട് വ്യാകുലയോട് ഇരിക്കുന്ന ദൈവ പൈതൽ ഈ പകൽക്കാലം പറയട്ടെ, ഹല്ലേലൂയ, അവരുടെ സ്വഭാവത്തെ ദൈവം ചേഞ്ച് ചെയ്യിപ്പിക്കുവാനായിട്ട് ഇടയത്തിരോ. ഇതുവരെ നീ കാണാത്ത ഒരു ക്യാരക്ടർ അവരിൽ നിന്ന് ദൈവം നിന്റെ ജീവിതത്തെ വെളിപ്പെടുത്തി തരും. ഹല്ലേലൂയ, വിശ്വസിക്കുക. അവിടെ കാണുവാൻ സാധിക്കുന്നു. യഹോവ 21 വാക്യത്തിൽ കാണുന്നു, യഹോവ ജോസഫിന്റെ കൂടെ ഇരുന്നു. ഹല്ലേലൂയ. അങ്ങനെ ഈ പകൽക്കാലം ദൈവം നിന്റെ കൂടെ ഇരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. നമ്മോട് കൂടെ ഇരിക്കുന്ന ആരാ? മഹത്വത്തിന്റെ പ്രത്യാശയ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നു. വചനത്തെ വീണ്ടും കാണുന്നു, എന്നെ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ജീവജല നദി ഒഴുകപ്പെടാ. പ്രിയ ദൈവ പൈതലേ, നീ ദൈവവുമായിട്ട് ചിലയിടത്തേക്ക് ചെന്ന് നിൽക്കുമ്പോ നിന്നിലുള്ള ദൈവത്തിന്റെ ശക്തി, നിന്നിലിരിക്കുന്ന ദൈവത്തിന്റെ കൃപ മറ്റൊരാളുടെ സ്വഭാവത്തെ ചേഞ്ച് ചെയ്യിപ്പിക്കുവാനായിട്ട് ഇടയത്തില്ല. അവരെ ക്യാരക്ടറുകൾക്ക് വലിയ വ്യത്യാസങ്ങൾ വരുത്തുവാനായിട്ട് ഇടയത്തില്ല. കാരണം നമ്മൾ ഉള്ളിലിരിക്കുന്ന പരിശുദ്ധാത്മ മൂവ് ചെയ്യുന്നത് അത്രേ. ഹല്ലേലൂയ. ആ മൂവ് ചെയ്യുന്ന നമ്മളിലിരിക്കുന്ന യേശു കർത്താവിന്റെ സ്വഭാവം അവരിലേക്ക് വ്യാപരിക്കുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. അങ്ങനെ ഈ പകൽക്കാലം കർത്താവ് നമ്മോട് കൂടെയുണ്ടോ? ഹല്ലേലൂയ. നീ കടന്നു പോകുന്ന ഏത് സ്ഥലത്തും ഹല്ലേലൂയ നീ ഇതുവരെയും അനുഭവിക്കാത്ത ചില ഫേവർ, ഹല്ലേലൂയ, അനുകൂലത നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടും. യേശുവിന്റെ നാമത്തിൽ ഭയപ്പെടേണ്ട. ഞാൻ എങ്ങനെ ആ പ്രശ്നത്തെ അഭിമുഖീകരിക്കുക, ഞാൻ ആ പ്രശ്നത്തെ എങ്ങനെ സോൾവ് ചെയ്യുമെന്നോർത്ത് ഭാരപ്പെടേണ്ട. ഹല്ലേലൂയ. കർത്താവിന്റെ കൃപ ചിലരുടെ മേൽ കർത്താവ് വെളിപ്പെടുത്തും. അവിടെ കാണുവാൻ സാധിക്കുന്നു, കാരാഗ്രഹ പ്രമാണിക്ക് അവനോട് ദയ തോന്നത്തക്കവണ്ണം ദൈവം കൃപ നൽകി. ഹല്ലേലൂയ. ഒരിക്കലും കാരാഗ്രഹ പ്രമാണി അവിടെ ആയിരിക്കുന്ന സ്തോത്രം ഹല്ലേലൂയ ജനത്തോട് അല്ലെങ്കിൽ അവിടെയുള്ള ജയിൽ പുള്ളികളോട് ഒരിക്കലും ഒരു ദയ കാണിക്കുന്ന ഒരു സ്വഭാവം കാണത്തില്ല. കാരണം അങ്ങനെയുള്ള ക്യാരക്ടർ ഉള്ളവരെ ആയിരിക്കാം അവിടെ ജോലിക്ക് കാരാഗ്രഹ പ്രമാണിയായിട്ട് ആക്കുന്ന. കാരണം അവരനുഭവിച്ച് അവരെ പീഡിപ്പിക്കുക അല്ലെങ്കിൽ അവരെ പ്രയാസപ്പെടുത്തുക, അവരെ ഒത്തിരി പ്രയാസഘട്ടത്തിൽ കൂടി കടത്തിപ്പെടുന്ന സ്വഭാവമുള്ളവരെ ആയിരിക്കും കാരാഗ്രഹ പ്രമാണിമാരായിട്ട് നിർത്തുവാനായിട്ട് ഇടയത്തിന്. ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പറയുവാനായിട്ട് കഴിയും, കാരാഗ്രഹ പ്രമാണി അങ്ങനെ ഒരു ദയ തോന്നിക്കണമെങ്കിൽ ആ മനുഷ്യന്റെ ജീവിതത്തിനകത്ത് ക്യാരക്ടറിനകത്ത് അതുവരെയും അങ്ങനെ ഒരു ദയ വെളിപ്പെട്ടിട്ടില്ല. പക്ഷേ ഒരു ദൈവ പൈതൽ ചിലടത്ത് എത്തിക്കഴിഞ്ഞാൽ ഹല്ലേലൂയ, ഞാൻ പറയട്ടെ, കാരാഗ്രഹ പ്രമാണിയുടെ ആയിരുന്നാലും ആയിരുന്നാലും അവരുടെ സ്വഭാവങ്ങൾക്ക് വ്യതിചലനങ്ങൾ സംഭവിക്കും. ഹല്ലേലൂയ. അവിടെ കാണുവാൻ സാധിക്കുന്നു, കാരാഗ്രഹ പ്രമാണിക്ക് അവരോട് ദയ തോന്നത്തക്കവണ്ണം ആരോട്? ദൈവ പൈതലായിരിക്കുന്ന ഹല്ലേലൂയ ദൈവം കൂടെ ഇരിക്കുന്ന ജോസഫിനോട്. ഹല്ലേലൂയ. കുറ്റം ചെയ്യാതെ മറ്റുള്ളവരുടെ മുമ്പാകെ നിന്ന് ഓടി ഒളിച്ചപ്പോൾ ഒരു കാരാഗ്രഹമാണ് തന്റെ മുമ്പിൽ കടന്നു വന്നുവെങ്കില അവിടെ തന്നോട് ദയ കാണിക്കത്തക്ക രീതി. പ്രിയ ദൈവ പൈതലെ, ഈ പകൽക്കാലം പറയട്ടെ, നീ വിശ്വസ്തയോട് ദൈവത്തെ ബഹുമാനിച്ച നിന്നെ ബഹുമാനിക്കുന്ന ഒരു സർവശക്തരായ ദൈവമുണ്ട്. ഹല്ലേലൂയ. അതേ സ്തോത്രം. ഇവിടെ നമുക്ക് ജോസഫ് ദൈവത്തെ ബഹുമാനിച്ചു, ദൈവത്തെ ഹല്ലേലൂയ അനുസരിക്കുവാൻ തയ്യാറായി, ഭയഭക്തിയോടെ ദൈവത്തെ സേവിക്കുവാൻ തയ്യാറായ ഒരു വ്യക്തിയാണെന്ന് സ്തോത്ര വചനത്തിൽ കാണുന്നു. ദൈവത്തെ ഭയപ്പെടുകയും തങ്ങളുടെ എല്ലാ വഴികളിലും അവനെ ദൈവത്തെ അംഗീകരിക്കുകയും ചെയ്യുന്നവർക്ക് ദൈവം അവന്റെ പാതകളെ നിരപ്പാക്കും. ഹല്ലേലൂയ. അതേ സ്തോത്രം. പ്രിയ ദൈവമക്കളെ, നീ കടന്നു പോകുന്ന പാതകളില് ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ അവിടെ ഒരു ദുർഘടങ്ങൾ ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ. അവിടെയൊക്കെ എന്തെല്ലാം പ്രയാസങ്ങൾ ഉണ്ടായാലാ, പ്രതികൂലങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലാ ദൈവം നിന്റെ കൂടെ ഇരുന്ന് ചില നിനക്ക് വേണ്ടി ചെയ്യും. അതിന് തൊട്ടു മുമ്പേയും പിൻപേയും വന്നവർക്ക് ലഭിക്കാത്ത ഒരു അനുകൂലത, ഹല്ലേലൂയ, ഒരു ദയ, ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ ഈ പകൽക്കാല ലൈവിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഈ പൽക്കാലം സ്വർഗത്തിലെ ദൈവം വെളിപ്പെടുത്തിയ ഹല്ലേലൂയ ചിലരുടെ സ്വഭാവത്തെ ദൈവ ക്യാരക്ടറിനെ ചേഞ്ച് ചെയ്യിപ്പിക്കുവാനായിട്ട് തരും. അവർ ഒരിക്കലും ആ ഓഫീസിലിരിക്കുന്ന, ചിലപ്പോൾ നിങ്ങൾ ഇന്ന് ഏതെങ്കിലും ഒരു ഓഫീസ് വർക്കിന് വേണ്ടി പോകുന്നവരായിരിക്കാം, കമ്പനിയിൽ പോകുന്നവരായിരിക്കാം, പക്ഷേ അവിടെ ഉള്ള മെയിൻ ആൾ ഇതുവരെയും ഒരിക്കലും ആരോടും ഇങ്ങനെ ഒരു കാര്യം ചെയ്തു കൊടുത്തിട്ടില്ലായിരിക്കാം. പക്ഷേ നീ ഇന്ന് പൽക്കാലം ഈ വചനത്തിന്റെ
അടിസ്ഥാനത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് കടന്നു പൊയ്ക്കോൾക്ക. ഹല്ലേലൂയ. ദൈവം അവിടെ ചിലത് ചെയ്യും. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി കൃപ ദൈവം വെളിപ്പെടുത്തും. ആ കൃപ വെളിപ്പെട്ട് കഴിയുമ്പോ അതേ സ്തോത്രം ഹല്ലേലൂയ. നിന്നെ ചിലപ്പോ കഴിഞ്ഞ നാളുകളെ സ്തോത്രം ദേഷ്യപ്പെട്ടവരായിരിക്കാം, നിന്നെ കോപിപ്പിച്ചവരായിരിക്കാം. ഹല്ലേലൂയ. നിന്നെ കാണുമ്പോൾ തന്നെ ദേഷ്യം കാണിച്ചവരായിരിക്കും. പക്ഷേ അവർ നിന്നോട് ദയ കാണിക്കും. ഹല്ലേലൂയ. നീ 5ഉം 10ഉം പ്രാവശ്യം ഓഫീസിൽ കയറി ഇറങ്ങി കാണുകയായിരിക്കാം ചില പേപ്പർ വർക്കിനായിട്ട്. ഈ പകൽക്കൽ ഈ വചനത്തെ വിശ്വസിച്ചുകൊണ്ട് കടന്നു പൊയ്ക്കൊള്ളുക. ഇനി നീ ആ പേപ്പർ വർക്കിന് വേണ്ടി വീണ്ടും കയറി ഇറങ്ങുവാൻ ഇടയാകാത്തവണ ഒറ്റ ദിവസം കൊണ്ട് നിനക്ക് വേണ്ടി ദൈവം ചിലത് ചെയ്തു തരത്തക്ക രീതി ദൈവത്തിന്റെ അനുകൂലത അവിടെ വെളിപ്പെടും. ഹല്ലേലൂയ. അസാധാരണമായ ദയ. ഹല്ലേലൂയ. ഇതുവരെ കാണിക്കാത്ത. ഹല്ലേലൂയ. മറ്റുള്ളവർ തന്നെ പറയും, ഈ മനുഷ്യന്റെ സ്വഭാവത്തിന് എന്ത് ക്യാരക്ടറിന് എന്ത് ചേഞ്ച് വന്നു, ഇങ്ങനത്തെ ഒരു സ്വഭാവം ഈ മനുഷ്യനിൽ നിന്ന് വെളിപ്പെട്ടില്ലല്ലോ എന്ന് നിനക്ക് വേണ്ടി ചിലത് ചെയ്തു തരുന്നത് കണ്ട് മറ്റുള്ളവർ പറയത്തക്ക രീതി ഒരു ദൈവത്തിന്റെ പ്രവൃത്തിയെ ദൈവം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തും. ഹല്ലേലൂയ. ഈ പൽക്കാലം വിശ്വസിക്കുക. അവിടെ കാണുവാൻ സാധിക്കുന്ന വ്യക്തമായിട്ട് കാരാഗ്രഹ പ്രമാണിക്ക് അവനോട് ദയ തോന്നത്തക്കവണ ദൈവത്തിന്റെ കൃപ നൽകി. പ്രിയ ദൈവഭക്തരെ, ദൈവത്തിന്റെ കൃപ വെളിപ്പെട്ട ഹല്ലേലൂയ ചില അസാധാരണമായ ദയ നിനക്ക് വേണ്ടി വെളിപ്പെടും. ഹല്ലേലൂയ. ചില വഴികൾ തുറക്കുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. ചില പാതകൾ നിരപ്പാക്കുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. വിശ്വസിക്കുക. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപ ദൈവം നിനക്ക് വേണ്ടി ചലിപ്പിക്കുന്ന പകൽക്കാലം അത്രേ. ഹല്ലേലൂയ. ദൈവം കൃപ കൊടുത്തു കാരാഗ്രഹ പ്രമാണിക്ക്. എന്തിനു വേണ്ടി? എന്റെ മകനാ കടന്നു വരുന്ന, നീ അവനോട് ക്രൂരമായിട്ട് പെരുമാറരുത്. ഒരു ജയിൽ പുള്ളിയോട് കാണിക്കുന്നത് പോലെ നീ കാണിക്കരുത്. എന്റെ തൊട്ട് താഴെയുള്ള ഭാഗത്ത് കാണുവാൻ മറ്റും സാധിക്കുന്നുണ്ട്. കാരാഗ്രഹ പ്രമാണി സകല ബദ്ധന്മാരെയും കാരാഗ്രഹത്തിലെ സകല ബദ്ധന്മാരെയും കാരാഗ്രഹ പ്രമാണി ജോസഫിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവിടേക്ക് നടക്കുന്ന പ്രവൃത്തി ഒരിക്കലും നടന്നിട്ടില്ലാത്ത, ഒരിക്കലും നടക്കാൻ നിയമത്തിന് ഒരിക്കലും നടക്കാൻ പറ്റാത്ത ചിലതൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത്. ജോസഫും അവിടെ ഉള്ള ഒരു അല്ലല്ലോ ബദ്ധനായിട്ടാണ് കടന്നു പോകുന്നത്. പക്ഷെ അവന്റെ കയ്യിലേക്ക് എന്ത് ചെയ്തു കാരാഗ്രഹ പ്രമാണി? പ്രിയ ദൈവമക്കളെ, നമ്മുടെ ദൈവത്തിന്റെ പ്രവൃത്തിയെ ഒന്ന് ചിന്തിച്ചു നോക്കണം. ഒരിക്കലും ഹല്ലേലൂയ ഈ ജോസഫിന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു അനുകൂലത വെളിപ്പെടാനായിട്ടുള്ളതൊന്നല്ല. കാരണം ഒരു ബന്ധനായിട്ട് തന്നെയാണ് ജോസഫും അവിടെ കടന്നു പോകുന്നത്. പക്ഷേ കാരാഗ്രഹ പ്രമാണിയുടെ ദൈവത്തിന്റെ കൃപ അങ്ങ് ഒരു ദൈവഭക്തന് വേണ്ടി വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോ അവിടെ കാണുവാൻ സാധിക്കുന്നു. അവിടെയുള്ള ബദ്ധന്മാരെ എല്ലാം ആരുടെ കയ്യിൽ ഏൽപ്പിച്ചു? ഈ ജോസഫിന്റെ കയ്യിൽ അങ്ങ് ഏൽപ്പിച്ചു. അങ്ങനെയെങ്കിൽ ഈ പകൽക്കാലം വിശ്വസിക്കാമോ? നിന്റെ കരത്തിലേക്ക് ഈ പകൽക്കാലം ചിലത് ഏൽപ്പിക്കും. ഹല്ലേലൂയ. നീ മറ്റുള്ളവരോടൊപ്പം നിൽക്കുന്ന വ്യക്തിയായിരിക്കാം, പക്ഷെ ഈ പകൽക്കാലം നീ കടന്നു പോകുന്ന ഇടത്ത് ഹല്ലേലൂയ നിന്റെ കരത്തിലേക്ക് ചിലതൊക്കെ അങ്ങ് ഏൽപ്പിക്കും. ഹല്ലേലൂയ. വിശ്വസിക്കുക പ്രിയ ദൈവമക്കളെ. ഈ വചനത്തിന് ശക്തിയുണ്ട്, വചനത്തിന് പവറുണ്ട്. അതിനെ നാം അതുപോലെ കർത്താവ് എന്റെ ജീവിതത്തിനകത്ത് നടക്കട്ടെ എന്ന് പറഞ്ഞ് നാം പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസമായിട്ട് നമ്മുടെ ജീവിതത്തിനകത്തേക്ക് പരിണമിക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീരാം. അതിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. അവരുടെ പ്രവൃത്തിയൊക്കെയും അവൻ വിചാരം, അവരെ ബദ്ധന്മാരായിരിക്കുന്നവരുടെ പ്രവൃത്തികളൊക്കെയോ ഒരു വിചാരനായിട്ട് മേൽനോട്ടക്കാരനാക്കി ആരെ മാറ്റി? ജോസഫിനെ മാറ്റി സ്ഥാനക്കയറ്റം കൊടുക്കുന്നു. ഹല്ലേലൂയ. ഓ ജീസസ്. ഹല്ലേലൂയ. അടുത്ത് തുടർന്നുള്ള ഭാഗത്തിൽ കാണുന്നു, യഹോവ അവനോട് കൂടെ ഇരുന്ന് അവൻ ചെയ്തതൊക്കെ സഫലമാക്കൊണ്ട് അവന്റെ കൈക്കുള്ള യാതൊന്നും കാരാഗ്രഹ പ്രമാണി നോക്കിയില്ല. അതേ, അവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കി നടക്കേണ്ടത് കാരാഗ്രഹ പ്രമാണിയാ. പക്ഷെ ഒരു ദൈവ പൈതൽ അവിടെ ചെന്നപ്പോ ദൈവത്തിന്റെ കൃപ കാരാഗ്രഹ പ്രമാണിയുടെ വെളിപ്പെട്ടപ്പോ അസാധാരണമായ ദയ നിമിത്തമായിട്ട് അവിടെ എന്തൊക്കെ നടക്കുന്നെന്ന് പോലും നോക്കുവാനായിട്ടുള്ള ഒരു മനസ്സ് പോലും ആരും നോക്കിയില്ല. കാരാഗ്രഹ പ്രമാണി കാണിച്ചില്ല. കാരണം ഹല്ലേലൂയ ഒരു ദൈവ പൈതലിന് വേണ്ടി ചേഞ്ച് ചെയ്യിപ്പിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യിപ്പിക്കുന്നത് പോലെ ഈ പൽക്കാലം പ്രിയ ദൈവ പൈതലേ, നീ കടന്നു പോകുന്ന ഇടത്ത് നിനക്ക് വേണ്ടി ഈ പകൽക്കാലം ദൈവം ചില ചേഞ്ചുകൾ വരുത്തും. ഹല്ലേലൂയ. അതേ, അസാധാരണമായ ഒരു ദയ ഹല്ലേലൂയ നിനക്ക് വേണ്ടി നീ കടന്നു പോകുന്ന വിഷയത്തിനകത്ത് വേണ്ടി സ്വർഗത്തിലെ ദൈവം വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞ ഈ പകൽക്കാലം വിശ്വസിക്കുവാൻ കഴിയുമോ? ദൈവത്തിന്റെ കൃപ നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടും. ഹല്ലേലൂയ. ചില പേപ്പർ വാർക്കുകളും ചിലപ്പോൾ മാറ്റി മാറ്റി വയ്ക്കുന്ന
നാളെ ഓഫീസ് കാണുമായിരിക്കാം. പക്ഷെ ഈ പകൽക്കാലം ഈ വചനത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് കടന്നു പോയിക്കൊള്ളുക. മാറ്റിവെച്ച പേപ്പറുകൾ അവരെടുത്ത് സൈൻ ചെയ്ത് തരത്തക്ക രീതി ദൈവത്തിന്റെ കൃപ ഹല്ലേലൂയ ദൈവം അവരുടെ മേൽ വെളിപ്പെടുത്തും. ഹല്ലേലൂയ. ഒരിക്കലും നടക്കാത്ത ചിലത് ഹല്ലേലൂയ ഈ പൽക്കാലം ഒരു ദൈവപ്രവൃത്തി എന്നവണ്ണ പ്രിയ ദൈവ പൈതലെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഈ പൽക്കാലം വെളിപ്പെടും. ഹല്ലേലൂയ. അവിടെ കൊടുത്തിരുന്നില്ല. സ്തോത്രം. അടുത്ത ഭാഗത്ത് കാണുവാൻ സാധിക്കുന്നു. ദാനിയേലിന്റെ ജീവിതത്തിനകത്ത് കടന്നു വരുമ്പോ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ദാനിയേലിന്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോ അവിടെ 1-ാം അധ്യായം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. 8-9 വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ രാജാവിന്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞു കൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കിയല്ല എന്ന് ദാനിയേൽ ഹൃദയത്തെ നിശ്ചയിച്ചു. സ്തോത്രം. ഞാൻ ഒന്നാമത് പറയുവാനായിട്ട് ഇടയായി തീർന്നു. ജോസഫ് ദൈവത്തെ ബഹുമാനിച്ചത് കൊണ്ട് ദൈവം ബഹുമാനിച്ചു. ദൈവത്തെ ഭയപ്പെട്ടത് കൊണ്ട് ദൈവത്തിന്റെ കൃപ അവിടെ വെളിപ്പെടുവാനായിട്ട് ഇടയെത്തുന്നു. ജോസഫിന്റെ കൂടെ ദൈവം ഇരിക്കുവാനായിട്ട് ഇടയെത്തുന്നു. ഇവിടെ നമുക്ക് ദാനിയേലിന്റെ പുസ്തകത്തിൽ കടന്നു വരുമ്പോൾ ഇവിടെ കാണുവാൻ സാധിക്കുമെന്നോ ഹൃദയത്തിൽ നിശ്ചയിച്ചു. എന്താ നിശ്ചയിച്ചത്? ഹല്ലേലൂയ. അവർ കൊടുക്കുന്ന ഭോജനം കൊണ്ടോ അവൻ കുടിക്കുന്ന വീഞ്ഞു കൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കിയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തെ നിശ്ചയിച്ചു. ഹല്ലേലൂയ. ഹൃദയത്തിൽ ഒരു നിശ്ചയമെടുത്തു. എന്തെല്ലാം കടന്നു വന്നു കഴിഞ്ഞാലോ അവിടെ ലഭിക്കുന്ന ഭോജനം കുറിച്ച് ഒരു ദൈവ പൈതൽ എങ്ങനെ ജീവിക്കണമെന്ന ഒരു ദൈവ പൈതൽ എങ്ങനെ പോണമെന്നും സ്തോത്ര വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥ വിട്ട് ഞാൻ ചലിക്കത്തില്ല. ഇനി എന്തെല്ലാം നഷ്ടങ്ങൾ കടന്നു വന്നാലോ അതിനകത്ത് ഉറച്ചു നിൽക്കുമെന്ന് താൻ ഹൃദയത്തിൽ ഒന്ന് നിശ്ചയിക്കുവാനായിട്ട് ഇടയായി തീർന്നപ്പോ അവിടെ കാണുവാൻ സാധിക്കുന്നു തനിക്ക് അശുദ്ധി ഭവിക്കുവാൻ ഇടവരുതെന്ന് ഷണ്ഡാധിപന്മാരോട് അപേക്ഷിച്ചു. അപ്പൊ ദൈവസന്നിധിയിൽ ഒന്ന് ഉറച്ചു നിന്നിട്ട് താൻ മറ്റുള്ളവരോടത്ത് ചെന്ന് സംസാരിക്കുന്ന ഒരു അനുഭവം കാണുവാൻ സാധിക്കുന്നു. ഷണ്ഡാധിപന്മാരോട് സംസാരിക്കുന്നുണ്ട്. അവിടെ കാണുവാൻ സാധിക്കുന്നത് ദൈവം ദാനിയേലിനെ ഷണ്ഡാധിപന്റെ മുമ്പേ ദയയും കരുണയും ലഭിക്കുവാൻ ഇടവരുത്തി. സ്തോത്രം. പ്രിയ ദൈവ പൈതലേ സ്തോത്രം. നാം ദൈവസന്നിധിയിൽ ഉറച്ചു നിന്ന ദൈവവചനത്തിനകത്ത് ഉറച്ചു നിന്ന എന്റെ ജീവിതത്തിൽ ഞാൻ അശുദ്ധിക്ക് വേണ്ടി വിട്ടുകൊടുക്കുകയില്ല. അതേ സ്തോത്രം. ഹല്ലേലൂയ. വചനത്തിന് വിരുദ്ധമായ ഒന്നിനേക്ക് ഞാൻ ചെന്ന് നിൽക്കത്തില്ല എന്ന് പറഞ്ഞ് നിഹൃദയ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ചിലരോട് സംസാരിക്കുവാനായിട്ട് ഇടയായി തീരുമ്പോ എന്ത് ചെയ്യുന്നു? അവരിൽ നിന്ന് നിനക്ക് ദയയും കരുണയും ലഭിക്കത്തക്ക രീതി ദൈവം ഇടയാക്കി തീർക്കും. ഹല്ലേലൂയ. നാം നിൽക്കേണ്ടടുത്ത് നിന്ന് കഴിഞ്ഞ ഈ പകൽക്കാലം പറയട്ടെ, മറ്റുള്ളവരിൽ നിന്ന് ദൈവത്തിന്റെ ദയയും കൃപയോ കരുണയും നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുക ദൈവം ഇടയാക്കും. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ എത്ര പറഞ്ഞു കഴിഞ്ഞാൽ അവരിൽ നിന്ന് ദയ ലഭിക്കണമെന്നില്ല, അവരിൽ നിന്ന് കരുണ ലഭിക്കണമെന്നില്ല. പക്ഷെ ഒരു ദൈവ പൈതൽ ഹല്ലേലൂയ ഉറച്ച തീരുമാനത്തോടെ ചിലർത്തേക്ക് ചെന്ന് നിൽക്കുവാൻ തയ്യാറായി കഴിഞ്ഞാൽ ഹല്ലേലൂയ എന്റെ ജീവിതത്തെ ഞാൻ അശുദ്ധമാക്കിയല്ല, ദൈവവചനം വിട്ട് ഞാൻ നിൽക്കത്തില്ല, ദൈവവചനത്തിനകത്ത് ഞാൻ ഉറച്ചു നിൽക്കുമെന്നുള്ള തീരുമാനത്തോടെ നിൽക്കുവാൻ തയ്യാറായി കഴിഞ്ഞാൽ ഹല്ലേലൂയ നിനക്ക് വേണ്ടി ആര് ചലിക്കും, അല്ലെങ്കിൽ നിനക്ക് വേണ്ടി ആര് പ്രവർത്തിക്കാം, എന്നെ ആര് സഹായിക്കുമെന്ന് ആകുലപ്പെടേണ്ട. നിന്നെ സഹായിക്കേണ്ടതിനായിട്ട് നിനക്ക് വേണ്ടി കരുണ വെളിപ്പെടുക, ദയ വെളിപ്പെടത്തക്ക രീതി ദൈവം അവിടെ ഇടപെടുവാനായിട്ടിടയായി തീരും. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ വചനത്തിൽ കാണുന്നു ദൈവം ദാനിയേലിനെ ഷണ്ഡാധിപന്റെ മുമ്പിൽ ദയയും കരുണയും ലഭിക്കുവാൻ ഈ പകൽക്കാലം വിശ്വസിക്കാമോ? ചിലരുടെ മുമ്പാകെ ഹല്ലേലൂയ നിനക്ക് ദയയും കരുണയും ലഭിക്കത്തക്ക രീതി ദൈവം ചിലത് ചെയ്യും. ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തെ ഈ പകൽക്കാലം ഉറച്ച തീരുമാനത്തിൽ നിന്നുകൊള്ളുക. ഹല്ലേലൂയ. ചിലരൊക്കെ പറഞ്ഞില്ല, ചില വിഷയങ്ങൾ കടന്നു വന്നപ്പോ ഞങ്ങളെ കൂടെ നിൽക്കേ, ഞങ്ങളെ സഹായിക്കാം. ഇല്ല, നീ അറിഞ്ഞ സത്യത്തിന് വേണ്ടിയേ നിൽക്കത്തുള്ളൂ. കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും എന്റെ ദൈവത്തിന്റെ നാമത്തെ ദൂഷിക്കത്തില്ല, ദൈവവചനത്തിന് വിരോധമായി നിൽക്കത്തില്ല എന്ന് പറഞ്ഞു ഉറച്ചു നിൽക്കുന്ന ദൈവ പൈതലേ, നിനക്ക് വേണ്ടി ലഭിക്കുന്നത് മാനുഷികമായ കരുണയും ദയയുമല്ല, ദൈവത്തിൽ നിന്ന് കരുണയും ദൈവത്തിന്റെ മനസ്സലിവും നിന്റെ ജീവിതത്തിനകത്ത് മറ്റുള്ളവരിൽ നിന്ന് വെളിപ്പെടുത്തക്ക രീതി ദൈവം ഇടവരുത്തും. ദൈവം ഒരുവന്റെ മേൽ പ്രവർത്തിച്ചു കഴിഞ്ഞ സ്തോത്രം അത് അസാധാരണമായ രീതിയിലായിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ തുടർന്നുള്ള ഭാഗങ്ങളിലൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു അവരിൽ നിന്ന് ദയ ലഭിക്കുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം.
10-ാം വാക്യത്തെ കാണുവാൻ സാധിക്കുന്നു. ഷണ്ഡാധിപൻ ദാവീദിനോട് ദാനിയേലിനോട് പറയുന്നു, നിങ്ങളുടെ ഭക്ഷണവും പാനീയവും നിയമിച്ചിട്ടുള്ള എന്റെ യജമാനായ രാജാവിനെ ഞാൻ ഭയപ്പെടുന്നു. അവൻ നിങ്ങളുടെ മുഖം നിങ്ങളുടെ സമപ്രായം ഇങ്ങനെ പറഞ്ഞിട്ട് അവിടെയൊക്കെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ദൈവത്തിന്റെ കൃപ അവരുടെ ജീവിതത്തിൽ, ദൈവത്തിന്റെ ദയ ഹല്ലേലൂയ അവർക്ക് ലഭിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ദാനിയേലിന്റെ മുഖം വാടുവാൻ ദൈവം അനുവദിച്ചില്ല, അവർ ക്ഷീണിച്ചു പോകാൻ അനുവദിച്ചില്ല. പ്രിയ ദൈവത്തിലെ ഈ പൽക്കാലം ഞാൻ പറയട്ടെ, നാം ചിലതിനകത്ത് ഉറച്ചു നിൽക്കുവാൻ തയ്യാറാക്കുക. സ്തോത്രം ഹല്ലേലൂയ. ഹൃദയത്തിൽ ചില നിശ്ചയിച്ചത് അതിനങ്ങനെ തന്നെ പ്രശ്നങ്ങൾ വരുമ്പോൾ ആടി ഉലഞ്ഞു പോകാതെ നീ ദൈവവുമായിട്ട് എന്തെല്ലാം ഉടമ്പടികൾ നിശ്ചയിച്ച് ഉറപ്പിച്ചിട്ടുണ്ടോ അതിനകത്ത് മറുപടി ലഭിച്ചില്ല, അല്ലെങ്കിൽ പ്രശ്നമാണ് കടന്നു വന്നെന്ന് പറഞ്ഞ് ആടി ഉലച്ചു പോകാതെ ഹൃദയത്തിൽ സ്ഥിരതയോട് ഉറച്ചു നിൽക്കുവാൻ തയ്യാറായ അവന് വേണ്ടി ദൈവത്തിന്റെ കരുതൽ വെളിപ്പെടുക, ദൈവത്തിന്റെ കരുണയും ദയയും വെളിപ്പെടത്തക്ക രീതി ദൈവത്തിന്റെ കൃപ ചലിക്കുവാനായിട്ട് ഇടയായി തീരും. സ്തോത്ര. അതേ സദൃശ്യവാക്യത്തിലേക്ക് കടന്നു വരുമ്പോ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സദൃശ്യവാക്യ 16-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരുമ്പോ അവിടെ ദൈവത്തിന്റെ കൃപ അല്ലേലോ അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. 16-ാം അധ്യായം 17-ാം വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നു, ഒരുത്തന്റെ വഴികൾ യഹോവയ്ക്ക് ഇഷ്ടമായി തീരുമ്പോ അവൻ അവന്റെ ശത്രുക്കളെയും അവനോട് ഇണക്കുന്നു. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഇവിടെ നമുക്ക് സദൃശ്യവാക്യത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു, ഒരുത്തന്റെ വഴികൾ യഹോവയ്ക്ക് ഇഷ്ടമായി തീരുമ്പോ. ഹല്ലേലൂയ. ഞാൻ ആരംഭത്തിൽ പറഞ്ഞ സ്തോത്രം, ദൈവം കൂടെ ഇരിക്കത്തക്ക രീതി ജോസഫ് തന്റെ ദൈവത്തെ ബഹുമാനിച്ച വ്യക്തി. ഹല്ലേലൂയ. രണ്ടാമത് ഞാൻ പറയുവാനായിട്ടിടയെത്തുന്നു, ഹൃദയത്തിൽ ഉറച്ച് തീരുമാനമെടുത്ത ദാനിയേലിന് വേണ്ടി ദൈവം പ്രവർത്തിച്ചു. ഇവിടെ അടുത്ത് കാണുവാൻ സാധിക്കുന്നു, ഒരുത്തന്റെ വഴികൾ യഹോവയ്ക്ക് ഇഷ്ടമായി തീരുമ്പോ. അതെ, ഈ പകൽക്കാലം ഞാനും നിങ്ങൾ കടന്നു പോകുന്ന വഴികൾ ദൈവത്തിന് ഇഷ്ടമാകുന്ന രീതിയിലാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് അവിടെ വചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്, അവന്റെ ശത്രുക്കളെ അവനോട് ഇണക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് വിരോധമായി നിൽക്കുന്ന വ്യക്തിയാകട്ടെ, നമ്മെ തകർക്കുവാൻ നോക്കുന്ന വ്യക്തിയാകട്ടെ, നമ്മെ എങ്ങനെയും അതിനകത്ത് നിന്ന് തള്ളിക്കളയുക അല്ലെങ്കിൽ നശിപ്പിച്ചു കളയുക നോക്കുന്ന വ്യക്തിയാകട്ടെ, അവരോട് എന്ത് ചെയ്യുന്നു അവിടെ കാണുവാൻ സാധിക്കുന്നു, നമ്മോട് ഇണക്കുന്ന ഒരു ദൈവം അവരുടെ സ്വഭാവത്തെ ചേഞ്ച് ചെയ്യിപ്പിക്കും. കാരണം നമ്മുടെ വഴിക ദൈവത്തിന് ഇഷ്ടമുള്ളതായി തീർന്ന ഈ പൽക്കലം ചിന്തിക്കാമോ, നമ്മുടെ വഴിക ദൈവത്തിന് ഇഷ്ടമായിട്ടുള്ളതാണോ? ദൈവത്തിന് നമ്മോട് കൂടെ ഇരിക്കത്തക്ക രീതിയിലാണോ നമ്മുടെ വഴി യഹോവയെ ഫലമേൽപ്പിക്ക? അവൻ നിന്നെ പുലർത്തുമെന്ന് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. നമ്മുടെ വഴികളിലൊക്കെയോ ദൈവം നമ്മോട് കൂടെ ഇരിക്കത്തക്ക രീതി. ഹല്ലേലൂയ. നമ്മുടെ വഴിക ദൈവത്തിന് ഇഷ്ടമാണോ എന്ന് ഈ പകൽക്കാലം ചിന്തിച്ചു കൊള്ളുക. അങ്ങനെ ദൈവത്തിന് ഇഷ്ടമാകുന്ന, ദൈവത്തിന്റെ ശബ്ദം കേട്ട് വഴി തിരഞ്ഞെടുക്കുന്ന ദൈവ പൈതലെ, ശത്രുക്കൾ നിന്നോട് ഇണക്കി ചേർക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നിന്നോട് കൂടെ അവർ ചേർക്കുന്ന ദൈവം, നീ അവരോട് കൂടെ പോയി ചേർന്ന് നിൽക്കാനല്ല, നിന്നോട് ഇണങ്ങത്തക്ക രീതി. ഹല്ലേലൂയ. അതെ, നിന്നോട് അനുകമ്പ കാണിക്കത്തക്ക രീതി, നിനക്ക് വേണ്ടി ചിലത് ചെയ്തു തരത്തക്ക രീതി, നിനക്ക് വേണ്ടി ചില ഫേവർ വെളിപ്പെടത്തക്ക രീതി ദൈവം ചിലതിന്റെ സ്വഭാവത്തെ ക്യാരക്ടറിന് ചേഞ്ച് ചെയ്യും. ഒരുവന്റെ കൂടെ ദൈവം ഇരുന്നാലുള്ള പ്രത്യേകതയാ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്തോത്രം, ജോസഫിന്റെ കൂടെ ദൈവം ഇരുന്നപ്പോ അസാധാരണമായ ദയ വെളിപ്പെട്ടു. ഹല്ലേലൂയ. അവിടെ നമുക്ക് അടുത്ത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്, ദാനിയേൽ ഹൃദയത്തിൽ ഉറച്ച് നിശ്ചയിച്ചത് കൊണ്ട് ദൈവം അവനോട് കൂടെ ഇരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, മറ്റുള്ളവരിൽ നിന്ന് ദയയും കരുണയും ലഭിച്ചു. ഷണ്ഡാധിപനിൽ നിന്ന് ഇവിടെ കാണുവാൻ സാധിക്കുന്നു, ഒരു ദൈവ പൈതൽ ദൈവത്തിന് ഇഷ്ടമായ വഴിയിലാണ് നടക്കുന്നുവെങ്കിൽ അവന്റെ വഴി ദൈവത്തിന് ഇഷ്ടമായി തീർന്ന ശത്രുക്കളിൽ നിന്ന് എന്ത് ചെയ്യുന്നു, അവനോട് ഇണങ്ങിച്ചേരത്തക്ക രീതി. ഹല്ലേലൂയ. ശത്രു മനോഭാവത്തെ ദൈവം എടുത്ത് കളയും. ഹല്ലേലൂയ. അതേ, ശത്രുക്കൾ നിനക്ക് വൃഥായി ചൂണ്ടിക്കാണിക്കുമ്പോ അതിനെ അനുകൂലമാക്കുന്ന ദൈവത്തിന്റെ കര, അതിനകത്ത് ഫേവർ വെളിപ്പെടുത്തുന്ന സർവശക്തനായ ദൈവം. ഹല്ലേലൂയ. ഈ പകൽക്കാലം ഹല്ലേലൂയ ദൈവത്തിന് ഇഷ്ടമായ വഴിയിലാണോ നടക്കുന്നത്? ഹല്ലേലൂയ. നീ പ്രതീക്ഷിക്കാത്ത ഇടത്ത് നിന്ന് സ്തോത്ര, ശത്രുക്കളായി നിൽക്കുന്നവർ, നിന്നെ തകർക്കുവാൻ നോക്കി നിൽക്കുന്നവർ നിന്നോട് ഇണങ്ങിച്ചേരും. പറയില്ലേ, അവരെന്തേ പറ്റി എന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കുവാൻ? ഇവരുടെ സ്വഭാവത്തിൽ എന്ത് ചേഞ്ച് വരുത്തിയത്? നമ്മുടെ കഴിവ് കൊണ്ടല്ല, ദൈവം ചിലതിന്റെ സ്വഭാവത്തെ ചേഞ്ച് ചെയ്യിപ്പിക്കും. ഹല്ലേലൂയ.
പ്രിയ ദൈവമക്കളെ സ്തോത്രം. ഹല്ലേലൂയ. കഴിഞ്ഞ നിമിഷം വരെ നിന്നെ തകർക്കുവാൻ നോക്കിയ വ്യക്തിയായിരിക്കാം, പക്ഷെ നീ ദൈവത്തിന് ഇഷ്ടമുള്ള വഴിയിലൊന്ന് നടക്ക്. ഹല്ലേലൂയ. നീ അവരെ പ്രസാദിപ്പിക്കുവാൻ നോക്കണ്ട. അവരിൽ നിന്ന് എങ്ങനെയെങ്കിലും നിനക്ക് ചിലത് ലഭിക്കേണ്ടതിനായിട്ട് അവരുടെ മുമ്പിൽ നീ വഴികളെ നോക്കണ്ട. പക്ഷേ നീ ദൈവത്തിന് ഇഷ്ടമുള്ള വഴി നടന്നു കഴിഞ്ഞാ, നിന്റെ വഴി ദൈവത്തിന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ശത്രുക്കളെ നിന്നോട് ഇണക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. സ്തോത്രം. അതെ, പുതിയ നിയമത്തിലേക്ക് വേഗത്തിൽ കടന്നു വരുമ്പോ നമുക്ക് കാണുവാൻ സാധിക്കുന്ന അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് കടന്നു വരുമ്പോ 28-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോ അവിടെ നമുക്ക് 2-ാം വാക്യത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. അവിടെ ബെർബരന്മാർ ഞങ്ങൾക്ക് അസാധാരണ ദയ കാണിച്ചു, മഴയും ശീതവും നിമിത്തം തീ കൂട്ടി ഞങ്ങളെ ഒക്കെയും കൈക്കൊണ്ടു എന്ന് കാണുവാൻ സാധിക്കുന്നു. ബെർബരന്മാരുടെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്തോത്രം, നമുക്ക് അവരുടെ ചരിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അവർ ആരോട് ദയ കാണിക്കുന്നവരല്ല. അവരെ ക്യാരക്ടർ വളരെയധികം വ്യത്യസ്തമായ ഒരു ക്യാരക്ടറാ നമുക്ക് തിരുവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്, അവരുടെ ചരിത്രത്തെ പഠിക്കഴിഞ്ഞ. പക്ഷേ ഒരു ദൈവ പൈതൽ അവിടെ എത്തിക്കഴിഞ്ഞപ്പോ ദൈവത്തിന്റെ വാഗ്ദത്തമുള്ള ഹല്ലേലൂയ, ദൈവത്തിന്റെ നിയോഗമുള്ള ഹല്ലേലൂയ വ്യക്തി അവിടെ എത്തിക്കഴിഞ്ഞപ്പോ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അവരുടെ ജീവിതത്തിനകത്ത് ഒരു അസാധാരണമായി ദയ വെളിപ്പെടുത്തി. പ്രിയ ദൈവ പൈതലെ, ഈ പകൽക്കാലം വിശ്വസിക്കുക. സ്തോത്രം. ദൈവത്തിന്റെ ഒരു കൃപ നമ്മുടെ മേൽ വെളിപ്പെടും. അവിടെ കാണുന്നു, അവിടെ രക്ഷപ്പെട്ട ശേഷം ദ്വീപിന്റെ പേർ മെലിത്ത എന്ന് ഞങ്ങൾ ഗ്രഹിച്ചു. അവിടത്തെ ബെർബരന്മാർ ഹല്ലേലൂയ, നമുക്ക് ചരിത്രത്തിൽ നോക്കി അവരുടെ ക്യാരക്ടർ ഒരിക്കലും ആരോട് അസാധാരണമായ ദയ കാണിക്കുന്ന ഒരു ക്യാരക്ടർ അല്ല. പക്ഷെ ഇവിടെ അവരെ എത്തിക്കഴിയുവാനായിട്ട് ഇടയായി തീർന്നപ്പോ ഹല്ലേലൂയ അവരോട് അസാധാരണമായ ദയ കാണിച്ചു. ഈ പകൽക്കാലം സ്തോത്രം വിശ്വസിക്ക, ദൈവം ചിലതിന്റെ ക്യാരക്ടറുകളെ ചേഞ്ച് ചെയ്യിപ്പിക്കും. ഇതുവരെയും ആർക്കും വേണ്ടി ഒരു രീതിയിലും പ്രവർത്തിക്കാത്ത രീതി ദൈവ പൈതലെ നീ ചെല്ലുമ്പോൾ നിനക്ക് വേണ്ടി ദൈവം ചിലത് ചെയ്യിപ്പിക്കുവാനായിട്ട് ഇടയത്തിനോ വിശ്വസിക്കുവാനായിട്ട് സാധിക്കുമോ? ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപ നിനക്ക് വേണ്ടി വെളിപ്പെടുന്ന പകൽക്കാലം എത്രേ. അവിടുത്തെ ബെർബരന്മാർ ഞങ്ങൾക്ക് അസാധാരണ ദയ കാണിച്ചു. എന്താ ദയ കാണിച്ചത്? മഴയും ശീതവും നിമിത്തം തീ കൂട്ടി ഞങ്ങളെ ഒക്കെ കൈക്കൊണ്ട്, അതേ സ്തോത്രം, കടലിലും വെള്ളത്തിലുമായി കിടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സ്തോത്രം. ഈ സ്തോത്രം പൗലോസിനും കൂട്ടരും കൂടെയുള്ള 120 പേർക്കും അവരുടെ ആ തണുപ്പ്, ആ ബോഡിയെല്ലാം വിറങ്ങലടിച്ചിരിക്കുമ്പോ അവർക്ക് അല്പ ചൂട് ലഭിക്കേണ്ടതിനായിട്ട് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. തീ കൂട്ടി ഒക്കെയും അവരെ കൈക്കൊണ്ടു. ഹല്ലേലൂയ. വ്യത്യസ്തമായ രീതിയിൽ അവരെ കൈക്കൊണ്ട ഒരു അനുഭവത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രിയ ദൈവമക്കളെ, അങ്ങനെ ഈ പകൽക്കാലം വിശ്വസിക്കുക. അവിടെ കൊണ്ട് തീരുന്നില്ല. അവിടെ നമുക്ക് തുടർന്നുള്ള ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. 10-ാം വാക്യത്തിൽ കാണുന്നു, അവരും ഏറിയ സമ്മാനം തന്നു, ഞങ്ങളെ മാനിച്ചു, ഞങ്ങൾ കപ്പൽ കയറുന്ന സമയം ആവശ്യമുള്ളതൊക്കെയും കയറ്റി തന്നു. ഹല്ലേലൂയ. അതേ പ്രിയ ദൈവമക്കളെ, ദൈവത്തിന്റെ പ്രവൃത്തി അങ്ങനെയാ ഒരു ദൈവ പൈതലിന് വേണ്ടി വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീരുന്നത്. അങ്ങനെ ഞാൻ 4 കാര്യങ്ങൾ ഇവിടെ പറയുവാനായിട്ട് ഇടയായിത്തീർന്നു. ദൈവത്തിന്റെ അസാധാരണമായ ദയ എങ്ങനെ വെളിപ്പെടുമെന്ന്. അതേ സ്തോത്രം. ജോസഫിന്റെ കൂടെ ദൈവം ഇരുന്നത് കൊണ്ട്, ജോസഫ് ദൈവത്തെ ബഹുമാനിച്ചത് കൊണ്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഹല്ലേലൂയ. കാരാഗ്രഹ പ്രമാണിക്ക് അസാധാരണമായി ദയ തോന്നുവാൻ ഇടയാക്കി ദൈവം കൃപ കൊടുത്തു. അതേ ബദ്ധന്മാരെ ഒക്കെയും ജോസഫിന്റെ കയ്യിൽ ഏൽപ്പിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അവിടെ ഉള്ളതിന് ഒന്നും കാരാഗ്രഹ പ്രമാണി നോക്കിയില്ല. അവിടുത്തെ മേൽവിചാരനാക്കി ജോസഫിന് സ്ഥാനക്കയറ്റം കൊടുക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ഒരിക്കലും ഒരു കാരാഗ്രഹത്തിനകത്ത് നടക്കാത്ത ഒരു പ്രവൃത്തി ഒരു ദൈവ പൈതൽ കാരാഗ്രഹത്തിനകത്ത് എത്തുവാനായിട്ട് ഇടയായിത്തീർന്നപ്പോ അവിടെ വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. നീ ഒരിക്കലും ചെന്നെത്താൻ പറ്റാത്ത ഇടത്തായിരിക്കാം സാഹചര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ എത്തുന്നത്. നിന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രതിസന്ധി മുതൽ എത്തുന്ന, പക്ഷേ നിന്റെ വിശ്വസ്തതയ്ക്കും നിന്റെ പരമാർത്ഥതയ്ക്കും നീ ദൈവത്തെ ബഹുമാനിക്കുന്നതിന് നീ ചെല്ലുന്ന ഇടത്ത് നിനക്ക് ആദരവുകൾ ലഭിക്കുവാനായിട്ട് ഇടയത്തില്ല, ചില ബഹുമാനങ്ങൾ ലഭിക്കുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്ര. അടുത്ത് ഞാൻ പറഞ്ഞു, ദാനിയേൽ ദൈവസേന അവർ ഹൃദയത്തെ നിശ്ചയിച്ചു. ഹല്ലേലൂയ. എന്റെ ദൈവത്തെ എന്റെ സ്തോത്രം എന്താ ചെയ്യുന്ന ഒരു അശുദ്ധിയിലേക്ക് അവർ എത്തത്തില്ല എന്ന്
ഹൃദയത്തിൽ ഉറച്ച തീരുമാനത്തിൽ നിൽക്കുവാനായിട്ട് ഇടയായിരുന്നപ്പോ ഷണ്ടാധിപന്മാർ എന്തു ചെയ്യുന്നു? അവരോട് ദയയും കരുണയും കാണിക്കത്തക്ക രീതിയിൽ ദൈവം ഇടവരുത്തി എന്ന് വചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. മൂന്നാമത് ഞാൻ പറയുവാനായിട്ട് ഇടയായി തീർന്ന സ്തോത്രം, നമ്മുടെ വഴിക ദൈവത്തിന് ഇഷ്ടമായി തീർന്നു കഴിഞ്ഞാൽ ശത്രുക്കളെ നമ്മോട് ഇണക്കുന്ന ഒരു സർവശക്തനായ ദൈവം. നാലാമത് ഞാൻ പറയുവാനായിട്ട് ഇടയായി തീർന്നു, അതേ സ്തോത്രം, ബർബർമാരുടെ സ്വഭാവത്തെ ചേഞ്ച് ചെയ്യിപ്പിച്ചു അസാധാരണമായ ദയ ഹല്ലേലൂയ പൗലോസിനും കൂട്ടർക്ക് ലഭിക്കുവാനായിട്ട് ഇടയായി തീർന്നുവെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, ഈ പകൽക്കാലം വിശ്വസിക്കുക, അസാധാരണമായ ഒരു ദയ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടും. ഹല്ലേലൂയ. നിങ്ങളുടെ ഈ വചനത്തെ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ഈ വചനത്തെ ഓർത്ത് സ്തോത്രം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുക. ഹല്ലേലൂയ. ഇതുവരെയും ആരുടെ ജീവിതത്തിൽ നിന്ന് വെളിപ്പെടാത്ത ഹല്ലേലൂയ ചില രീതികൾ ഹല്ലേലൂയ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടാം. അതേ സ്തോത്രം, മറ്റുള്ളവർ തന്നെ അതിശയിക്കത്തക്ക രീതി ഈ വ്യക്തിയുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു എന്ന് പറയത്തക്ക രീതി കർത്താവ് ചിലതിനോട് ഹല്ലേലൂയ അസാധാരണമായ ദയ വെളിപ്പെടത്തക്ക രീതി ദൈവത്തിന്റെ കൃപ വെളിപ്പെടാം. ചിലതിന്റെ ക്യാരക്ടറുകളെ ദൈവം ചേഞ്ച് ചെയ്യിപ്പിക്കുക. ചില നിന്നോട് ഇണങ്ങി വരത്തക്ക രീതി, ഇതുവരെ നിന്നെ തകർക്കാൻ നോക്കിയ വ്യക്തിയായിരിക്കാം, നിന്റെ പരാജയം കാണാൻ നോക്കിയ വ്യക്തിയായിരിക്കാം, നിന്നെ എങ്ങനെ ഇല്ലായ്മ ചെയ്യാമെന്ന് നോക്കിയ വ്യക്തിയായിരിക്കാം, നിന്റെ ജോലി എങ്ങനെ നഷ്ടപ്പെടുത്താമെന്ന് നോക്കിയ വ്യക്തിയായിരിക്കാം. പക്ഷേ ദൈവത്തിന് നിന്റെ വഴികൾ ഇഷ്ടമായി തീർന്നു കഴിഞ്ഞാൽ പ്രിയ ദൈവ പൈതലേ, ശത്രുവിനെ നിന്നോട് ഇണക്കുന്ന ഒരു ദൈവ യേശുവിന്റെ നാമത്തെ ഹല്ലേലൂയ ദൈവവചനത്തിന്റെ ശക്തി പകൽക്കാലം ചലിക്കുക. ഹല്ലേലൂയ. ബർബർമാരുടെ ക്യാരക്ടർ ഹല്ലേലൂയ അങ്ങ് ദൈവം ചേഞ്ച് ചെയ്തു. ഹല്ലേലൂയ. അങ്ങനെ ഈ പകൽക്കാലം വിശ്വസിക്കുക, ദൈവത്തിന്റെ കൃപ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. ദൈവം നമ്മോട് കൂടെ ഉള്ളത് കൊണ്ട് ഹല്ലേലൂയ അസാധാരണമായ ദയ മറ്റുള്ളവരുടെ ജീവിതത്തിനകത്തുനിന്ന് നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടും. ഈ പകൽക്കാലം വിശ്വസിക്കാൻ നിങ്ങൾ കടന്നു പോകുന്ന ഇടത്ത് ദൈവത്തിന്റെ കൃപ ഹല്ലേലൂയ ചിലർക്ക് മുമ്പായി നിങ്ങൾക്ക് മുമ്പായിട്ട് ദൈവത്തിന്റെ കൃപ ചിലരുടെ മേൽ ദൈവം പകരം. നിങ്ങളോട് ദൈവം അവര് അസാധാരണമായ ദയ കാണിക്കും. ഹല്ലേലൂയ. നിങ്ങൾക്ക് ചില ബഹുമാനങ്ങൾ ലഭിക്കും, ചില ആദരവുകൾ ലഭിക്കും. ഹല്ലേലൂയ. നിങ്ങൾ വീണ്ടും കയറി ഇറങ്ങി നടക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. ഇതിനു വേണ്ടി ഈ പേപ്പർ വർക്കുകൾ ചെയ്തു കൊടുക്കുന്ന പറയത്തക്ക രീതി ഒരു അസാധാരണമായ ദയ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ. ചില വിഷയത്തിനകത്ത് നീ ഭയപ്പെടുന്നില്ലേ, ആകുലപ്പെടുന്നില്ലേ, ഇന്ന് എങ്ങനെ കർത്താവേ അതിന്റെ മുമ്പാകെ നിൽക്കുമെന്ന് ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ സകല ദുർഘടങ്ങളും മാറട്ടെ, ചില ഭയങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. ഈ പകൽക്കാലം പ്രിയ ദൈവത്തിലെ നിനക്ക് വേണ്ടി ദൈവത്തിന്റെ ദയ ഈ പകൽക്കാലം വെളിപ്പെടും. ഹല്ലേലൂയ. അസാധാരണമായി സാധാരണ ലഭിക്കുന്നതല്ല. നമുക്കറിയാം സാധാരണ ലഭിക്കുന്നതുണ്ട്, അസാധാരണമായി ലഭിക്കുന്നത് രണ്ട് കാര്യമാണ്. സാധാരണ ലഭിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുവാനൊക്കെ ഉള്ള ഒരു കാര്യമായിരിക്കാം, ചിലപ്പോൾ അതിൽ നിന്നൊരു ചെറിയ ദയൊക്കെ ലഭിക്കാനുള്ള ഒരു സാഹചര്യങ്ങൾ. പക്ഷേ അസാധാരണ ദയ എന്ന് പറഞ്ഞാൽ നമുക്ക് ലഭിക്കുവാൻ കഴിയുന്നതിൽ അപ്പുറമായിട്ടുള്ള ഒന്ന്. ഹല്ലേലൂയ. അതാ ദൈവം ചെയ്യുന്ന ഒന്ന്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. അങ്ങനെ ഈ പകൽക്കാലം വിശ്വസിക്കുക, ഒരു അസാധാരണമായ ദൈവത്തിന്റെ കൃപ നിങ്ങളുടെ മേൽ വെളിപ്പെടാം. നിങ്ങൾ ഇന്ന് സന്തോഷത്തോടെ ആയിരിക്കുമ്പോൾ ദൈവം ഇടയാക്കി തീർക്കാം. ദൈവപ്രവൃത്തി വെളിപ്പെടും. ആമേൻ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നല്ല സമയത്തിനായി സ്തുതിക്കുന്ന കർത്താവേ, ശബ്ദം ശ്രമിക്കുന്നവരുടെ ജനത്തെ ദൈവകരങ്ങളിൽ തരുന്നു. അപ്പാ ഈ പകൽക്കാലം അവർ കടന്നു പോകുന്നിടത്തൊക്കെയും അസാധാരണമായ ദയ ലഭിക്കത്തക്ക രീതി ദൈവത്തിന്റെ കൃപ യേശുവിന്റെ നാമത്തിൽ ചിലയിടത്തേക്ക് ചലിക്കട്ടെ. ചില വിഷയത്തിനകത്ത് ഭയപ്പെടുന്നവരുണ്ട്, ഈ പകൽക്കാലം എന്തായിത്തീരുമെന്ന് ചിന്തിക്കുന്നവരുണ്ട്, പേപ്പർ വർക്കുകൾക്കും മറ്റു പല കാര്യത്തിനു വേണ്ടി കയറി ഇറങ്ങുന്നവരുണ്ട്. ഈ പകൽക്കാലം കൊണ്ട് ചിലത് തീർപ്പ് കൽപ്പിക്കത്തക്ക രീതി, ചില വിടുതലുകൾ സംഭവിക്കത്തക്ക രീതി യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവേ ചില അസാധാരണമായ ദൈവം ഇവരുടെ മേൽ വെളിപ്പെടട്ട് കർത്താവേ. ഇവരുടെ ശത്രുക്കളൊക്കെ ഇവരോട് ഇണക്കി ചേർക്കുന്ന ദൈവത്തിന്റെ കൃപ ഹല്ലേലൂയ ദൈവം കരുണയും ഇവർക്ക് വെളിപ്പെടത്തക്ക രീതി പരിശുദ്ധാത്മാവേ ചിലരുടെ ഉള്ളത്തിമേ ദൈവം പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം. ദൈവം ഇവരെ കൂടെ ഇരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ ജനത്തിനകത്ത് ഈ പകൽക്കാലം അസാധാരണമായി ചിലത് വെളിപ്പെടണം, അസാധാരണമായി ചിലത് വെളിപ്പെടണം യേശുവിന്റെ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കട്ടെ. അങ്ങയുടെ ജനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്ന സ്തോത്രം മഹത്വം അങ്ങേക്കായി തരുന്നു യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.